അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ കുഞ്ഞു മക്കൾക്ക് ഒരു വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ്, 4 എത്ര ആണെങ്കിലും അവരവരുടെ കുഞ്ഞുങ്ങളുടെ അളവെടുത്ത് നമുക്ക് ഇത് തയ്ക്കാം. ഇത് ഒരു 2 വയസ്സുള്ള കുട്ടിയുടെ അളവാണ്. അപ്പം നമ്മുടെ ചുരിദാറിൻ്റെയൊക്കെ വേസ്റ്റ് തുണിയാണ്, ബാലൻസ് വരുന്ന തുണിയാണിത്. നമ്മുടെ പിന്നെ ഇതേമാതിരി ഒരു 4 പീസ് കിട്ടിയിട്ടുണ്ട് എനിക്ക് ചുരിദാർ തയ്ച്ചതിന് ശേഷം. അപ്പോൾ അതിനെ എടുത്ത് നമ്മൾ നീളത്തിലുള്ള തുണിയാണെങ്കിൽ അതൊക്കെ അവരവരുടെ യുക്തി മാതിരി വേണം എടുക്കാൻ. ഇത് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് നമുക്ക് ഈ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ഈ ബാലൻസ് വരുന്ന ഭാഗം ആകുമ്പോൾ കുറേ പീസ് ഇത് വരും. അപ്പോൾ ആ ഭാഗം നമുക്ക് 7 ഇഞ്ച് എനിക്ക് കിട്ടിയിട്ടുള്ളൂ വീതി. പിന്നെ നീളം ആവശ്യാനുസരണം നമുക്ക് കൂട്ടിയെടുക്കാം. വീതി 7 ഇഞ്ച് മതി. 7 ഇഞ്ച് 7.5 ഇഞ്ച് അത് ആ കിട്ടിയ വീതി നമ്മൾക്ക് മുറിച്ചെടുക്കാം. സ്കെയിൽ വെച്ച് നേരെ അങ്ങ് മുറിച്ചെടുക്കണം. ഇതേമാതിരി നമ്മൾ നേരെ അങ്ങ് വരച്ചു കൊടുത്തിട്ട് മുറിക്കണം. കട്ട് ചെയ്തെടുക്കുക. എടുത്തതിന് ശേഷം നമുക്ക് മുകളിൽ പിന്നെ ഇനി ഒരു 2.5 ഇഞ്ച് മടക്കിയിട്ടതിന് ശേഷം മൊത്തത്തിൽ 5 ഇഞ്ച് വീതിക്ക് ഈ നീളം എടുത്ത തുണിക്ക് തന്നെ എടുത്ത് പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഭാഗം കയറി ഇറക്കമുള്ള ഭാഗമാണ്, അത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയുള്ള തുണികളൊന്നും കളയണ്ട. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ വീട്ടിലുള്ള ബന്ധുക്കടയൊക്കെ മക്കൾക്ക് നമുക്ക് തയ്ച്ചു കൊടുക്കാം. നീളം ഇച്ചിരി കുറവ്, ഒരു 19 ഇഞ്ചേ ഉള്ളൂ, ബാക്കി കുറച്ചും കൂടെ വേണം. അപ്പം മുകളിലും വേണം. അപ്പോൾ അതിന് പീസ് മുകളിലത്തെ ഞാൻ എടുക്കുക. ബാക്കിയുള്ള പീസ് 2 പീസേ ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് മുകളിലത്തേക്ക് ഇലാസ്റ്റിക് വെക്കാനുള്ള വീതി എടുക്കുവാണ്. ഇപ്പോൾ 2 ഇഞ്ചാണ് എടുത്തത്. ഇനിയിപ്പം ഞാൻ ഒരു 2.5 മടക്കി 2.5 മൊത്തത്തിൽ 5 ഇഞ്ച് എടുക്കണം വീതി. ഇപ്പോൾ ഇലാസ്റ്റിക് ഡബിളായിട്ടാണ് എടുക്കുന്നത്. വീതിയുള്ള ഇലാസ്റ്റിക് ഇല്ല, അതുകൊണ്ട് വീതി കുറഞ്ഞ 1/2 ഇഞ്ചിൻ്റെ വീതി ആവുമ്പം 2.5 2.5 5 ഇഞ്ച് എടുത്താൽ മതി. ഞാൻ ഇതേമാതിരി എടുക്കുക. കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 പീസ് എടുത്തിട്ടുണ്ട്. അപ്പുറം ഇപ്പുറം മടക്കി ഇട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്കത് തയ്ച്ചെടുക്കാം. ഇങ്ങനെ വെച്ച് എടുക്കണ്ട. ഒരു പാവാട പീസ്. ഇനി അടിയിലത്തേക്ക് പീസ് വേണം. അപ്പം മുകളിലത്തേക്ക് ഇലാസ്റ്റിക്കിൻ്റെ ഇതായി, അടിയിലത്തേക്ക് ഇതേമാതിരി ആവശ്യാനുസരണം മുറിച്ചെടുക്കണം. 3 ഇഞ്ചോ 4 ഇഞ്ചോ ഫ്രില്ല് വെക്കാനാണ് ഇത്. പണ്ടത്തെയൊക്കെ ഉള്ള കുട്ടികളുടെ പാവാട ഇപ്പം അത് പിന്നെ നമുക്ക് ഈ വേസ്റ്റ് തുണി വെച്ച് നല്ലതുപോലെ തയ്ച്ചെടുക്കാം. 3 ഇഞ്ചോ 4 ഇഞ്ചോ കിട്ടുന്നതനുസരിച്ച്. ഇതിപ്പോൾ എനിക്ക് 3 ഇഞ്ചേ കിട്ടത്തുള്ളൂ, അതുകൊണ്ട് അത് വെച്ചങ്ങ് ഞാൻ എടുക്കുക. 4 ഇഞ്ച് കിട്ടുവാണെങ്കിൽ 4 ഇഞ്ചും എടുക്കുക. അതൊക്കെ നല്ല ഭംഗിയുള്ള ഇതായിരിക്കും. ഡബിളായിട്ട് തയ്ക്കാനും നല്ലതായിരിക്കും ഈ ഞുറു വെച്ചൊക്കെ ഉള്ളത്. നമ്മുടെ ഇപ്പം എല്ലാത്തിലും ഉണ്ടല്ലോ ഡബിളായിട്ട് പ്ലീറ്റ്. പിന്നെ എടുക്കുമ്പം ഇതിൻ്റെ ഇരട്ടി എടുക്കണം ഈ പ്ലീറ്റ് വെക്കാനുള്ള ഭാഗം. മടിഭാഗത്തേക്ക് നമ്മൾ പാവാടയ്ക്ക് എടുത്തതിനെക്കാട്ടി ഇരട്ടി തുണി ഈ നീളത്തിൽ 2ആയിട്ട് മടക്കി ഇട്ടതിന് ശേഷമാണ് ഞാൻ ഇതിപ്പം 3 ഇഞ്ച് വീതം എടുക്കുന്നത്. 6 ഇഞ്ചുണ്ട്, അതിന് 2ആയിട്ട് മടക്കിയിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നീളത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഇച്ചിരി കൂടുതൽ എടുക്കണം. ഞുറു വെക്കാൻ പ്ലീറ്റ് അങ്ങ് കുഞ്ഞു ഞുറു വെക്കുക. അപ്പം എല്ലാം വെട്ടി കട്ടിങ് കഴിഞ്ഞതാണ്. ഇവിടെ കുറേ വീതിക്ക് ഞാൻ പിന്നെ ജോയിൻറ്റ് ചെയ്യാനും തുണി എടുത്തിട്ടുണ്ട്. കാരണം വണ്ണം മുഴുക്കത്തില്ല ഇലാസ്റ്റിക് വെക്കുമ്പോൾ. അങ്ങനെ അത് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ആ രണ്ടും അപ്പുറം ഇപ്പുറം അപ്പോൾ എനിക്ക് കുറച്ച് 18 തയ്യൽ തുമ്പെല്ലാം കഴിഞ്ഞ് 19 കിട്ടുള്ളൂ. ബാക്കി 22 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇത്രയും വേണം. ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വണ്ണമുള്ളവർക്ക് ഒരു 30 ഇഞ്ച് മടക്കി ഇട്ടതിന് ശേഷം 30 ഇഞ്ച് എടുക്കണം. വണ്ണം കുറഞ്ഞവർക്ക് 1 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ഇതിലും കുറച്ചെടുത്താലും മതി, ഒരു 18 ഇഞ്ചൊക്കെ മതി. ഇനി മുകളിലത്തേക്ക് ഇലാസ്റ്റിക് വെക്കാൻ ഇങ്ങനെ വേണം തയ്ക്കാൻ. 2ആയിട്ടാണ് നമ്മൾ മടക്കി 5 ഇഞ്ചിനെ 2ആയിട്ട് മടക്കി 2.5 ഇഞ്ച് കിട്ടും. അതിനെ നമ്മുടെ പാവാട തുണിയിലോട്ട് വെച്ച് ഇങ്ങനെ വെച്ചും ഒരു സ്റ്റിച്ച് ചെയ്യണം. മൊത്തത്തിൽ ഞാൻ തയ്ച്ചുകൊണ്ട് വരാം. അങ്ങനെ തയ്ച്ച് തീർന്ന് തയ്ച്ച് മൊത്തത്തിൽ തയ്ച്ച് തീർന്ന് ഫുള്ള് തയ്ച്ച് തീർന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലോട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഈ തയ്ച്ചതിൻ്റെ മുകളിലോട്ട് ഒരു ഡബിൾ സ്റ്റിച്ച്, മുകളിലോട്ടൊരു സ്റ്റിച്ച് പതിച്ച് തയ്ക്കുന്നത് ഇവിടെ സ്റ്റിച്ച്. അതിൻ്റെ മുകളിലോട്ട് 1/2 ഇഞ്ചിൻ്റെ മുകളിലൊരു സ്റ്റിച്ച് ആ 2.5യുടെ ഇടയ്ക്കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം. അപ്പം 2 ഇലാസ്റ്റിക് പിന്നെ അകത്ത് മുകളിലും താഴെയായിട്ട് വെക്കുക. അപ്പം നല്ല ഭംഗിയായിരിക്കും. ഇവിടെ ഒരു തയ്യൽ, അതിൻ്റെ ഇടയ്ക്കൊരു തയ്യൽ. നമുക്ക് ഇനി ഇതാണ് ഇലാസ്റ്റിക്. 1/2 ഇഞ്ച് ഇലാസ്റ്റിക്.
ഈ ഇലാസ്റ്റിക് മുകളിലും ഒരു ഇലാസ്റ്റിക് മുറിച്ചെടുക്കണം. ആ മുറിച്ചെടുക്കുന്ന വിധം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. വീതിയുള്ള ഇലാസ്റ്റിക് ആണെങ്കിൽ 1 ഇഞ്ച് വീതിക്കുള്ള ഇലാസ്റ്റിക് ആണെങ്കിൽ അത് മതി. വേണ്ട, ഇങ്ങനെ എടുത്തതിന് ശേഷം തുണിയെ രണ്ടായിട്ട് ഈ പാവാട നമ്മൾ ഇലാസ്റ്റിക് വെക്കാനുള്ള ഭാഗം എടുത്ത് വെച്ചതിന് ശേഷം ഇലാസ്റ്റിക് എടുത്ത് കറക്റ്റായിട്ട് എടുത്ത് വെച്ച് ഈ പകുതി ഭാഗം മതി, ഇത്രയും മതി ഇലാസ്റ്റിക്. പിന്നെ ഒരു നല്ല ഇച്ചിരി കൂടെ ലൂസ് വേണമെങ്കിൽ ശകലവും കൂടെ 2 ഇഞ്ചും കൂടെ അധികം എടുക്കുക. ഇനി ഒരു പീസും കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ അതും കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്കിത് തയ്ക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പിന്നെടുക്കുക, സെറ്റി പിന്ന് എടുത്തതിന് ശേഷം ഇലാസ്റ്റിക്കിനകത്തോട്ട് എടുത്ത് ഇതിൻ്റെ ഈ ആദ്യത്തെ മുകളിലത്തെ ഹോളിലോട്ട് കയറ്റുക. എന്നിട്ട് അവിടെ വരുമ്പം ഒന്ന് തയ്ച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. പിന്നെ നമ്മൾ ഊരി ഇലാസ്റ്റിക് എടുക്കണം. അവിടെ ഒന്ന് തയ്ച്ചു കൊടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള ഭാഗവും കൂടെ നമ്മൾ ഇലാസ്റ്റിക് പിന്നു വെച്ച് അകത്തോട്ട് കയറ്റി ഇവിടെ ഒന്ന് ആ പിന്നു ഊരിയതിന് ശേഷം ഇവിടെയും കൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. ഇവിടെ ഒന്ന് സ്റ്റിച്ച് ഇടണം. എന്നിട്ട് അടിയിലത്തെ ആ ഡബിളിലും കൂടി ഇട്ട് ഇതേമാതിരി ഇലാസ്റ്റിക് ഇട്ട് കൊടുത്ത് കണ്ട ഡബിളായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ട നല്ല ഭംഗിയില്ലേ? 2 കളർ തുണി ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഒറ്റ കളർ തുണി മുകളിൽ ഫ്രില്ല് വെക്കാനും അടിയിൽ മുകളിൽ ഇലാസ്റ്റിക് അടിയിലത്തേക്ക് ഫ്രില്ലിനും 2 കളറാകുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതിന് കുട്ടി ചെറിയ ബനിയനായാലും മതി ഈ ഉടുപ്പ്, ഈ പാവാടയ്ക്ക്. നമ്മൾ 3 ഇഞ്ച് എടുത്തിട്ടില്ലേ, അതിനപ്പുറം ഇപ്പുറം ഒന്ന് മടക്കി തയ്ക്കണം. മടക്കി തയ്ച്ചിട്ട് വരാം. അതിന് ശേഷം പ്ലേറ്റ് ഇടണം. അങ്ങ് ഓരോ പ്ലേറ്റ് ഇതേമാതിരി ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ആ മടക്കി തയ്ച്ചതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് തയ്ക്കണം. തയ്ച്ചിട്ടുണ്ട്. ഇനി അതിനെ മടക്കി തയ്ച്ച് കൊണ്ടുവന്ന് പ്ലീറ്റും ഇട്ടിട്ടുണ്ട്. ഇനി ആ മടക്കി തയ്യൽ നമ്മൾ മേളിൽ മടക്കി പ്ലീറ്റ് ഇട്ടിട്ടില്ല, അതിനെ ഇങ്ങനെ വെച്ചൊന്ന് തയ്ച്ചു കൊടുക്കണം. ആ പാവാടയുടെ അടിഭാഗത്ത് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ വെച്ച് മൊത്തത്തിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക. മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്ത് നല്ല ഭംഗി അടിപൊളിയാണ്. കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കുട്ടി ഉടുപ്പും കൂടെ തയ്ച്ചാൽ നല്ല. കുട്ടി ഉടുപ്പെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഉടുപ്പ് സാധാ, അല്ലെങ്കിൽ ഒരു കുഞ്ഞു ബനിയനായാലും മതി. ബനിയെന്ന് വെച്ചാൽ നമ്മുടെ ടീഷർട്ട് ഉണ്ടല്ലോ കുഞ്ഞുങ്ങളുടെ, അതേമാതിരി വീട്ടിടാനൊക്കെ നല്ല ഭംഗിയായതാണ്. ഇത് മൊത്തം കൂട്ടി യോജിപ്പിക്കാം. നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ട് വരാം. കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. കണ്ട. അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് വലിയ കുട്ടികളാണെങ്കിൽ അതിനനുസരിച്ച് നീളവും വീതിയൊക്കെ എടുക്കണം. 500 പ്ലേറ്റ് ഇടാനും അതേമാതിരി എടുക്കണം. അടിയിലത്തേക്ക് പിന്നെ വീതി 3 ഇഞ്ച്, ഒരു 4 ഇഞ്ചോ 5 ഇഞ്ചോ എടുക്കാം. മുകളിലത്തേക്ക് 2.5 മടക്കി ഇട്ടതിന് ശേഷമാണ് 2.5 ഇഞ്ച് എടുക്കേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.